Okay. Good afternoon. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. അവിടുന്ന് മുതലല്ലേ ഷോണെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ മുട്ടുവിറക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രസംഗത്തിന്റെ കഥ എന്താവുമെന്ന് പറയാനില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാവില്ല പറയുക. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും മഹാകവി നാടകത്വമൊക്കെ ആവാറില്ലേ? അതിന് പ്രധാന കാരണം ഈ സഭാകമ്പമാണ്. സഭാകമ്പം എന്താ? സഭാകമ്പം ഷോണേ, സഭയിൽ കയറുമ്പോഴുള്ള വിറയൽ അല്ലേ? അതാണ് പ്രധാനം. അതുണ്ടായാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രാസംഗികനാവാൻ പറ്റില്ല അല്ലെ? പ്രസംഗത്തില് നല്ല കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരാൾക്ക് സഭാകമ്പം ഉണ്ടായിരിക്കാൻ പാടില്ല അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. അപ്പൊ നമ്മൾ സഭാകമ്പം ഒഴിവാക്കി നമുക്ക് സ്റ്റേജിൽ കയറാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം അല്ലെ? സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ മുട്ടുവിറക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രസംഗത്തിന്റെ കഥ എന്താവുമെന്ന് പറയാനില്ലല്ലോ അല്ലെ? പിന്നെ ഒരേ വിറയലായിരിക്കും. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആവില്ല പറയുക. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും അല്ലെ, നോവലിസ്റ്റിനെ കവിയാക്കും. പിന്നെ എന്ത് ചെയ്യും? മഹാകവി നാടകകൃത്തുമൊക്കെ ആവാറില്ലേ? അതിന് പ്രധാന കാരണം ഈ സഭാകമ്പമാണ് അല്ലെ? ആ ഒരു പാരഗ്രാഫില് അത്ര പറയാ പറയുന്നത്. ഇനിയുണ്ട് സഭാകമ്പത്തിന്റെ കാര്യം. പക്ഷെ ഒന്നുകൂടി മിസ് അത് വായിക്കാം. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ വിറക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രസംഗത്തിന്റെ കഥ എന്താവുമെന്ന് പറയാനില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാവില്ല പറയുക. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും മഹാകവി നാടകകൃത്തും ഒക്കെ ആവാറില്ലേ? അതിന് പ്രധാന കാരണം ഈ സഭാകമ്പമാണ്. ഇനി സഭാകമ്പം ശീലം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ അല്ലെ? നമുക്ക് സഭാകമ്പം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് സ്ഥിരമായി സ്റ്റേജിൽ കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മാറും അല്ലെ? അതാണ് പറഞ്ഞത്, ശീലം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ മറ്റു കാര്യങ്ങൾ കഠിനാധ്വാനം കൊണ്ട് മാത്രം സാധിക്കുന്നവയാണ്. മറ്റുള്ളത് എന്താ? നല്ല അറിവുണ്ടാവണം, കഠിനാധ്വാനം, കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും അല്ലെ? പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ആദ്യം വേണ്ടത്ര അറിവ് നേടണം. നമ്മൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മള് നല്ല അധ്വാനിച്ചിട്ട് തന്നെ പഠിക്കേണ്ടി വരും അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ആദ്യം വേണ്ടത്ര അറിവ് നേടണം, അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം നമുക്കതില്. പിന്നെന്താ പറഞ്ഞേ? പ്രധാനപ്പെട്ട പോയിന്റുകൾ ആവർത്തിച്ച് വായിച്ച് ഹൃദിസ്ഥമാക്കുക. കഴിയുമെങ്കിൽ കുറിച്ച് സൂക്ഷിക്കുന്നതും നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ അവിടെ പറയാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഒന്നാമത് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നല്ല അറിവുണ്ടായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിച്ച് ഹൃദിസ്ഥ മനഃപ്പാഠമാക്കി വെക്കണം. പിന്നെ കഴിയുമെങ്കിൽ കുറിച്ച് സൂക്ഷിക്കുന്നു, അതായത് കുറച്ച് നോട്ട്സ് ആയിട്ട് എഴുതി ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം നമ്മൾ എഴുതി സൂക്ഷിക്കുന്നതും നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഇനി പിന്നെന്താ പറഞ്ഞേ? പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യം ഒതുക്കത്തിൽ നല്ല ശൈലിയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ? പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കുറച്ച വാക്കുകളിൽ ഒതുക്കത്തില് അതിലെല്ലാ കാര്യവും ഉണ്ടായിരിക്കുകയും വേണം അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബോറടി ഇല്ലാതെ ആ പ്രസംഗം നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ അനാവശ്യമായ മുഖവുരിയും അതൊക്കെ ഉണ്ടെങ്കിൽ എന്താവും? കേൾവിക്കാർക്ക് ഒരു ഇഷ്ടവും തോന്നില്ല. എണീച്ചങ്ങ് പോയാൽ മതി, ഉറക്കം വരുന്നെന്ന് തോന്നും. അപ്പൊ പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യം ഒതുക്കത്തിൽ നല്ല ശൈലിയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും, പ്രസംഗം ശ്രദ്ധിക്കുകയുമില്ല. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദ്യകരമാകും. ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് മോനെ കേട്ടോ. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും വേണം. മിതമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുന്നതും കൊള്ളാം. അപ്പൊ ഇവിടെ കുറച്ച് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ടുണ്ട് ആ ഒരു പാരഗ്രാഫില്. അപ്പൊ ഒന്നുകൂടി വായിക്കാം മിസ്. അത് പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യം ഒതുക്കത്തിൽ നല്ല ശൈലിയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അനാവശ്യമായ മുഖവുരയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ എന്ത് ചെയ്യും? ബോറടിക്കും അല്ലെ? കേൾക്കുന്നവർക്ക്
മടുപ്പുണ്ടാകും. മക്കളെ മോനെ കേൾക്കുന്നില്ലേടാ വൃത്തിക്ക്? ഓക്കെ. ഇജാസേ, ടേൺ ഓൺ യുവർ വീഡിയോ. ഇജാസ്. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും. പ്രസംഗം ശ്രദ്ധിക്കുകയുമില്ല. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദികരമാണ്. പ്രസംഗം എങ്ങനെയാണ് ആസ്വാദികരമാകുന്നത് എന്നതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ അത്. എന്ത്? വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദികരമാകും. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത്? കേൾവിക്കാർ ബോറടിക്കുന്നത് എപ്പോഴാണ്? അല്ലെ? അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ എന്താവും? ബോറടിക്കും. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും വേണം. മിതമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുന്നതും കൊള്ളാം. പിന്നെ എത്ര സമയത്തേക്കാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തീർച്ചപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസംഗത്തെ ഒരു കലയാക്കി മാറ്റാൻ കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. എന്താണ്? പ്രസംഗം കലയായി മാറുന്നത് എപ്പോൾ? പ്രസംഗം കലയായി മാറുന്നത് എപ്പോഴാണ്? എത്ര സമയത്തേക്കാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തീർച്ചപ്പെടുത്തണം. അല്ലെ? ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പ്രസംഗത്തെ ഒരു കലയാക്കി മാറ്റാൻ പറ്റൂ. അല്ലെ? ഇത്രയാണ് പ്രസംഗത്തിന്റെ എന്താ പേര്? പ്രസംഗം ഒരു കല തന്നെ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. കുറെ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട് ഇതില്. ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് മീനിങ് ഇതിന്റെ എഴുതിയിട്ടുണ്ടായിരുന്നു മക്കളെ? പാഠം എടുക്കുമ്പോ തന്നെ എഴുതിയിട്ടുണ്ടോ? അപ്പൊ എവിടം വരെ ആയിരുന്നു എഴുതിയത്? മീനിങ് ഫുൾ എഴുതി. മീനിങ് ഫുൾ എഴുതി അല്ലെ? അപ്പൊ നമുക്കിത് ഇന്നലെ നമ്മളെ ഇജാസെ എവിടെയായിരുന്നു? ഇജാസെ കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലല്ലോ. നാട്ടിലെത്തി തിരക്കിലാണോ? മിസ്, എന്റെ ഗ്രാൻഡ് മദർ മരിച്ചു പോയായിരുന്നു. അതെ അല്ലേ? അവിടെയാണോ ഉള്ളത്? വീട്ടിലെത്തിയല്ലോ അല്ലെ? നാട്ടില്. അപ്പൊ നമുക്ക് ഇന്ന് പഠിപ്പിച്ച ഭാഗം ഒന്ന് വായിക്കണം. ഒന്നും കൂടെ വായിക്കാം. അതിനുശേഷം നിങ്ങളെ കൊണ്ട് വായിച്ചിട്ട് നമുക്ക് അതിന്റെ അർത്ഥവും പറഞ്ഞിട്ട് ബാക്കി ആക്ടിവിറ്റീസ് പറയും. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ മുട്ടുവിറക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രസംഗത്തിന്റെ കഥ എന്താവുമെന്ന് പറയാനില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാവില്ല പറയുക. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും മഹാകവി നാടകകൃത്തുമൊക്കെ ആവാറില്ലേ? അതിന് പ്രധാന കാരണം ഈ സഭാകമ്പമാണ്. സഭാകമ്പം ശീലം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ മറ്റു കാര്യങ്ങൾ കഠിനാധ്വാനം കൊണ്ട് മാത്രം സാധിക്കുന്നവയാണ്. പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം വേണ്ടത്ര അറിവ് നേടണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ആവർത്തിച്ച് വായിച്ച് ഹൃദിസ്ഥമാക്കുക. കഴിയുമെങ്കിൽ കുറിച്ചു സൂക്ഷിക്കുന്നതും നല്ലതാണ്. പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യം പൊതുക്കത്തിൽ നല്ല ശൈലിയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അനാവശ്യമായ മുഖവുരയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും. പ്രസംഗം ശ്രദ്ധിക്കുകയുമില്ല. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദ്യകരമാകും. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും വേണം. മിതമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുന്നതും കൊള്ളാം. എത്ര സമയത്തേക്കാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തീർച്ചപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസംഗത്തെ ഒരു കലയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇത്രയാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അതിന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട്. നമുക്കത് നിങ്ങളെ അർത്ഥം എഴുതിയെന്നല്ലേ പറഞ്ഞത്? അതിന് ശേഷമുള്ള പര്യായം എഴുതിയോ മക്കളെ? പര്യായ നോട്ടിലേക്ക് എഴുതിയോ? ഇല്ല. അത് എഴുതിക്കോ. എന്നാലേ അത് എഴുതുക. അതിനുശേഷം നമുക്ക് മറ്റേ മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ അന്ന് ടീച്ചർ എഴുതി തരുമല്ലോ ഇത്. ഷീമോന്റെ വിരുന്നിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തന്നില്ലേ മിസ്? അവസാനത്തെ ഒമ്പതാമത്തെ നമ്മൾ അത് സ്വന്തം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. കണ്ടുപിടിച്ച് എഴുതിയോ നിങ്ങള്? കണ്ടുപിടിച്ച് എഴുതിയിട്ട് കൊടുത്തു. എഴുതിയിട്ടുണ്ടോ? ആ. ഓക്കെ. അപ്പൊ എത്ര എണ്ണം തന്നു? 6 എണ്ണോ മറ്റേ തന്നുള്ളൂ. അപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞോ? ഇല്ല, 8 വരെ മിസ് എഴുതി തന്നു. അതെയാ? ആ. അവന് ഒറ്റ പറഞ്ഞു അല്ലേ? ആ, സ്വന്തമായിട്ട് എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് ഇത് എഴുതിക്കോ. പര്യായം കണ്ടെത്താം. നോട്ട്ബുക്ക് എടുത്തിട്ട് പര്യായം എഴുതിക്കോ.
കിരീടം. മിസ്സേ ഞാൻ ടെസ്റ്റ് കൊടുത്തില്ല, നോട്ട് കൊടുത്തില്ല. ശ്രീദേവി ഒന്നും ഇവിടെ എല്ലാം ഇവിടെ വെച്ചിട്ടാണോ വീട്ടിലേക്ക് പോയത്? നോട്ട് എവിടെ ശ്രീദേവിന്റെ? നല്ല പിടിയുണ്ട്. വീട്ടിലുണ്ട്. ഉറപ്പന്നല്ലേ? മഞ്ചേന്റെ. ഉറപ്പാണോ? ഉറപ്പാ. അല്ല, അത് ഇവിടെയാ ഉള്ളത്. ഓ മറന്നോ? ഞാൻ മറന്നു പോയതാന്ന് തോന്നുന്നു. ശ്രീദേവിന്റെ നോട്ട് ഇവിടെയുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ കിരീടം, മകുടം, ഞാൻ വന്നാ തിരിച്ചു തരുള്ളൂ മിസ്സേ. കോടീരം തരും. ഇപ്പഴേ വരുന്നില്ലേ? ഈ നോട്ടിന്റെ എടുക്കാതെ പോയത്? എല്ലാം ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ 8ാം ക്ലാസ്സിന്. അപ്പൊ നിങ്ങക്ക് എടുത്തിരുന്നെങ്കിൽ അവിടുന്ന് എഴുതി കൂടെ? അവിടുന്ന് പഠിക്കായിരുന്നില്ലേ? ഒന്നും എടുക്കാണ്ടാണോ പോയത്? മഞ്ചേന്റെ തിങ്കളാഴ്ച വരുമ്പോ അതുവരെ എന്തിനാ ബുക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞ. ഇനി എപ്പോഴാണ് വരുന്നത് നീ? ഞാൻ തിങ്കളാഴ്ച വരുവാ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. മാതൃക നോക്കി പൂരിപ്പിക്കുക. ഉണ്ടോ ഷോണേ? കഠിനമായ അധ്വാനം. എന്താണ്? കഠിനാധ്വാനം. അടുത്തത് നോക്കിയേ. ഭയങ്കരമായ സംഭവം. എന്താണ്? ഭയങ്കരമായ സംഭവം. എങ്ങനെയാ? ഭയങ്കര സംഭവം. ഭയങ്കര സംഭവം എഴുതാനറിയോ? തെറ്റാതെ എഴുതുവോ? മിസ്സേ മാതൃക നോക്കി പൂരിപ്പിക്കുക. അത് നോട്ടിലേക്ക് എഴുതണോ? എഴുതണോ? അല്ലെങ്കിൽ ടെക്സ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്താലും മതി. നിങ്ങൾ പഠിച്ചാൽ മതി, എത്രയോ ഉള്ളൂ. ില്ല മിസ് എഴുതിയിട്ട് PDF ആയിട്ട് അയച്ചു തന്നാ മതി മിസ്സേ. അങ്ങനെ ചെയ്യാം അല്ലേ? ഏതായാലും ക്വസ്റ്റ്യൻസ് എഴുതണ്ടേ അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ എഴുതിക്കോ ഭയങ്കര സംഭവം. നെക്സ്റ്റ് അധികാരത്തോടുള്ള മോഹം, അധികാരമോഹം അല്ലെ? പണത്തോടുള്ള കൊതി, പണക്കൊതി, പണക്കൊതി. അതിർത്തി അധികം തർക്കം, അതിർത്തി തക്കം. പച്ച അധികം കൊടി, പച്ചക്കൊടി. അധികം കളി, തിരുവാതിരക്കളി. വാക്യത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഭാഗധേയം. എന്താ ഭാഗധേയം? ഇതിൽ തന്നെയുണ്ട്. പ്രധാനമന്ത്രിയായിരുന്ന വിൻസൻ ചർച്ചിലിന്റെ ഒരു പ്രസംഗമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച മഹാനാണ് ആര്? ചർച്ചിൽ അല്ലെ? എന്തായതുണ്ട്? ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച മഹാനാണ് ചർച്ചിൽ അല്ലെ? അങ്ങനെ എഴുതിയാൽ മതി. ഭാഗധേയം എന്നുള്ളത് വാക്യത്തെ പ്രയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് മാസ്മരശക്തി. പ്രസംഗത്തിന്റെ മാസ്മരശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല. വെരി ഗുഡ്. പ്രസംഗത്തിന്റെ മാസ്മരശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല. നെക്സ്റ്റ് ബോറടിക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ച ഭാഗത്താണ്. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ ബോറടിക്കും. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാല് കേൾവിക്കാർ ബോറടിക്കും. എന്താണ് പരിപാടി? കണ്ണിന് ഇവിടെ ശ്രീദേവി എന്താ പരിപാടി? മനസ്സിലായോ? 3 എന്തൊക്കെയാണ്? ഭാഗധേയം, മാസ്മരശക്തി, ബോറടിക്കുക. മനസ്സിലായില്ലേ ഭാഗധേയം എങ്ങനെയാന്ന്? മാസ്മരശക്തി മീൻസ് ബോറടിക്കുക അല്ല. ഭാഗധേയം എന്നുള്ളത് വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയോ? ഇല്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച മഹാനാണ് ആര്? ചർച്ചിൽ. മഹാനാണ് ചർച്ചിൽ. കണ്ടോ നിങ്ങൾ? ഏതാ പാരഗ്രാഫ്? എവിടെയാന്ന്? ഇല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. 26ാമത്തെ പേജിൽ അല്ലേ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഇനി മാസ്മരശക്തി നമ്മൾ പറഞ്ഞില്ലേ? പ്രസംഗത്തിന് മാസ്മരശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല എന്ന് പറഞ്ഞു. ബോറടിക്കുക. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും അല്ലെ? ഇനി ഉത്തരം എഴുതാം. 1. മാർക്ക് ആന്റണിയുടെ
മാർക്ക് ആന്റണിയുടെ പ്രസംഗം സംഗ്രഹിക്കുക. എന്താണ് മക്കളെ അത്? ആൻസർ പറഞ്ഞേ. ചുരുക്കി എഴുതുക എന്നർത്ഥം. സംഗ്രഹിക്കുക പറഞ്ഞാൽ ചുരുക്കി എഴുതുക. ചുരുക്കി എഴുതുക. അത്രേ ഉള്ളൂ. ആ ഫസ്റ്റ് പാരഗ്രാഫ് കാണുന്നതല്ലേ അത്? എന്താണ് മാർക്ക് ആന്റണിയുടെ പ്രസംഗം? ഷോണെ പറഞ്ഞേ ആൻസർ. മാർക്ക് ആന്റണി റോമാക്കാരെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. നല്ലവരായ റോമാക്കാരെ, മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു. അതല്ലേ പ്രസംഗം. സീസർ അധികാരമോഹിയായിരുന്നു എന്ന്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ഈ ഞാൻ തന്നെ സീസറെ 3 വട്ടം കിരീടമണിയിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. അതാണോ അധികാരമോഹം? സുഹൃത്തുക്കളെ, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു, മനസ്സ് തുറന്ന് സ്നേഹിച്ചു. നിങ്ങളും ഒരിക്കൽ ആ സ്നേഹം തിരിച്ചു നൽകി. വേണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് സീസറെ കൊന്ന മഹാന്മാരോട് ചെയ്യുന്ന തെറ്റായി തീരും. ഇതല്ലേ സീസറുടെ പ്രസംഗം? അതാണ് അതിന്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മാർക്ക് ആന്റണിയുടെ പ്രസംഗം ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതികരണം എന്ത്? എന്താ ഉണ്ടാക്കിനി? അത്ര വരെ മാർക്ക് ആന്റണിയോ പ്രസംഗം അവരെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്നാർത്ത് വിളിച്ചുകൊണ്ട് അവ ബ്രൂട്ടസിനെയും കൂട്ടുകാരെയും പിടിക്കാൻ പറഞ്ഞു. ഇത് തന്നെയാണ് അതിന്റെ ആൻസർ. എന്ത്? ആന്റണിയുടെ പ്രസംഗം ജനങ്ങളെ ഇളക്കി മറിച്ചു. സീസർ മഹാനാണ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ ബ്രൂട്ടസിനെയും കൂട്ടുകാരെയും പിടിക്കാൻ പാഞ്ഞു. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറോ? പ്രസംഗത്തിന്റെ മാസ്മര ശക്തിക്ക് അടിമപ്പെടാത്ത മനുഷ്യരില്ല. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. എന്താണ് ഷോണെ വരുക? എത്ര പ്രസംഗമാണ് നാം നിത്യവും കേൾക്കുന്നത്. വാർഷിക യോഗം, ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ്, ലോട്ടറി വിൽപ്പന, ചാതനം, എന്തിന് വിവാഹത്തിന് പോലും പ്രസംഗം ഇല്ലാതെ പറ്റിയില്ല. ആടിനെ പട്ടിയാക്കാനും എലിയെ പുലിയാക്കാനും പ്രസംഗം കൊണ്ട് കഴിയും. അല്ലെ? ആൻസർ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന അതാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ ക്വസ്റ്റ്യൻ. ഒരു പാരഗ്രാഫ് ഒരു ആൻസറാ. നല്ല രസമുള്ളതാണ് പഠിക്കാൻ. ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രസംഗമായി കരുതപ്പെടുന്നത് ഏതാണ്? ആരുടെ പ്രസംഗമായിരുന്നു? അതാ മുകളിലത്തെ 26 പേജ് നമ്പറിലെ ഏറ്റവും മുകളിലത്തെ പാരഗ്രാഫില് വി.കെ. കൃഷ്ണമേനോൻ. കേന്ദ്രമന്ത്രിയായിരുന്ന വി.കെ. കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്നു വിഷയം. 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ വാഗ്ദാരണി സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു. അതാണ് അതിന്റെ ആൻസർ അല്ലെ? ഏറ്റവും നല്ല പ്രസംഗമായി കരുതപ്പെടുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന വി.കെ. കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗമായിരുന്നു അല്ലെ? അങ്ങനെ എഴുതിയാലും മതി. ഇനി പരിഭാഷ പ്രസംഗത്തെക്കാൾ നന്നാവുന്നതിന് ഒരു ഉദാഹരണം എഴുതുക. 8 മണിക്കൂർ അവര് പ്രസംഗിച്ചു, അതൊക്കെ എഴുതണം. അങ്ങനെ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. കേന്ദ്രമന്ത്രിയായിരുന്ന വി.കെ. കൃഷ്ണമേനോൻ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗമായിരുന്നു അല്ലെ? അതെന്തായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കമായിരുന്നു വിഷയം. ഇതായിരുന്നു ഏറ്റവും അല്ലെ? എന്നിട്ട് ക്വസ്റ്റ്യനോട് കൂടി കൂട്ടി യോജിച്ച് എഴുതിയാൽ മതി. ഞാൻ എഴുതിത്തരാം കേട്ടോ അത്. നെക്സ്റ്റ് നോക്കിയ അടുത്തത് പരിഭാഷ പ്രസംഗത്തെക്കാൾ. എന്താ ഈ പരിഭാഷ? പറഞ്ഞല്ലേ നമ്മൾ അർത്ഥം? വിവർത്തനം. വിവർത്തനം. അപ്പൊ പരിഭാഷ പ്രസംഗത്തെക്കാൾ നന്നാവുന്നതിന് ഒരു ഉദാഹരണം എഴുതുക. ഏത് ഉദാഹരണമായിരുന്നു നമ്മൾ പഠിച്ചത്? പറഞ്ഞോ. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിജിന്റെ ഒരു കവിതാ ശകലം നെഹ്റു ഉദ്ധരിച്ചു. വാട്ടർ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ഉടനെ പരിഭാഷ വന്നു. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് ഉണ്ടാകുന്ന കേൾവിക്കാർ അല്ലെ? അത് വേണ്ട. അപ്പൊ എന്താ എഴുതേണ്ടത്? ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരുക? പരിഭാഷ പ്രസംഗത്തെക്കാൾ നന്നാവുന്നത് എങ്ങനെയാ? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ആദ്യം മനസ്സിലായില്ല അല്ലെ? 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായിട്ട് എങ്ങനെ എഴുതണം? പരിഭാഷ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഭാഷ പ്രസംഗത്തിലെ ഭംഗി തന്നെ നശിപ്പിക്കുക. അവിടെ വേണ്ട. അപൂർവം ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ നന്നായിട്ടുമുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന സമയം കൊച്ചിയിൽ അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കോളറിജിന്റെ ഒരു കവിതാശകലം നെഹ്റു ഉദ്ധരിച്ചു.
ഇതുകൊണ്ടല്ലേ പറഞ്ഞത് അല്ലെ, വെള്ളം വെള്ളം സർവത്ര, അത് പറഞ്ഞ സമയത്താണ് എന്ത് പരിഭാഷ പ്രസംഗത്തിന്റെ എന്ത് നന്നാവുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് അത്. ഇനി ആറാമത്, ജവഹർലാൽ നെഹ്റു തന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആളെ അഭിനന്ദിക്കാൻ കാരണം എന്ത്? എന്താണ്? തൊട്ട് താഴേതാ? പറഞ്ഞോ. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കി. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിച്ചു. ഇതാണ് അല്ലെ അതിന് ഉത്തരം. നെഹ്റുവിന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് മിണ്ടാതിരുന്ന കേൾവിക്കാർ ഈ പരിഭാഷ കേട്ടതോടെ കരഘോഷം മുഴക്കി. നെഹ്റു ആകെ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പരിഭാഷകനെ അഭിനന്ദിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗം ആരുടേതാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പ്രസംഗം വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗമായിരുന്നു. ഇനി അടുത്ത്, നല്ല പ്രാസംഗികനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം എന്ത്? സഭാകമ്പം. അതാണ് ആദ്യത്തെ തടസ്സം. 9, അതിന് പ്രധാന കാരണം സഭാകമ്പമാണ്. ഏതിന്? നല്ല പ്രസംഗനാവുന്നതിനുള്ള തടസ്സം അല്ലേ? അതിന് പ്രധാന കാരണം സഭാകമ്പമാണ്. ഏതിന്? ചില സ്വാഗത പ്രസംഗങ്ങൾ, അതും പറയണേ കേട്ടോ. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും മഹാകവി നാടകത്തും ഒക്കെ ആവാറുണ്ട് അല്ലേ? ഇതും സഭാകമ്പം കൊണ്ടല്ലേ ഉണ്ടാവുന്നത്. ഇനി 10, പ്രസംഗം ആസ്വാദ്യകരമാവുന്നത് എപ്പോൾ? ആസ്വാദ്യകരമാവും, കണ്ടോ. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കണ്ടോ ഷോണേ. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദ്യകരമാകും അല്ലെ? ഇനി 11, പ്രസംഗം ശ്രവിക്കുന്നവൻ ബോറടിക്കുവാൻ ഇടവരുന്നത് എപ്പോൾ? അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാലാണ് കേൾവിക്കാർ ബോറടിക്കുന്നത്. ഇനി അടുത്തത്, പ്രസംഗം കലയായി മാറുന്നത് എപ്പോൾ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസംഗം എത്ര സമയത്തേക്കാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തീർച്ചപ്പെടുത്തണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസംഗത്തെ ഒരു കലയാക്കി മാറ്റാൻ കഴിയും. ഇത്രയാണ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് അല്ലെ? അപ്പൊ അതാ മിസ് എഴുതി തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോട്ടിലേക്ക് ഏത് അർത്ഥവും നമ്മൾ ഇന്ന് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. അത് നീറ്റിൽ എഴുതണേ. ഓക്കെ, ബൈ ഷോണേ. ഏകദേശം സമയം കഴിയാറായി. 50 ആയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു അല്ലെ? ടെക്സ്റ്റ് ഒന്ന് വായിക്കുന്നു. നമ്മൾ ഇന്നെടുത്ത ഭാഗം വായിച്ചില്ലല്ലോ? വായിച്ചോ. ഒരു നല്ല പ്രസംഗകനാവുന്നതിനുള്ള ആദ്യത്തെ തടസ്സം സഭാകമ്പമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ മുട്ടു വിറയ്ക്കാൻ തുടങ്ങിയ പിന്നെ പ്രസംഗത്തിന്റെ കഥ എന്താവുമെന്ന് പറയാനില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാവില്ല പറയുക. ചില സ്വാഗത പ്രസംഗങ്ങളിൽ നോവലിസ്റ്റ് കവിയും മഹാകവി നാടക കൃത്യമൊക്കെ ആവാറില്ലേ? അതിന് പ്രധാന കാരണം ഈ സഭാകമ്പമാണ്. സഭാകമ്പം ശീലം കൊണ്ട് മാത്രമേ മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ മറ്റു കാര്യങ്ങൾ കഠിനാധ്വാനം കൊണ്ട് മാത്രം സാധിക്കുന്നവയാണ്. പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ആദ്യം വേണ്ടത്ര അറിവ് നേടണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ആവർത്തിച്ച് വായിച്ച് ഹൃദിസ്ഥമാക്കുക. കഴിയുമെങ്കിൽ കുറിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പ്രസംഗിക്കുമ്പോൾ പറയേണ്ട കാര്യം ഒതുക്കത്തിൽ നല്ല ശൈലിയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അനാവശ്യമായ മുഖവരിയും കഥകളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ ബോറടിക്കും. പ്രസംഗം ശ്രദ്ധിക്കുകയുമില്ല. വിഷയത്തോട് ബന്ധമുള്ള ഉദാഹരണങ്ങളും കവിതകളും കൂട്ടിച്ചേർത്താൽ പ്രസംഗം ആസ്വാദ്യകരമാകും. അത് കേൾവിക്കാർക്ക് മനസ്സിലാവുകയും വേണം. മിതമായ രീതിയിൽ
കാണിക്കുന്നതും കൊള്ളാം. എത്ര സമയത്തേക്കാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തീർച്ചപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസംഗത്തെ ഒരു കലയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ, വെരി ഗുഡ് മോനെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണേ. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു, ബൈ.